ലോൺ ആപ്പുകളുടെ കെണിയിൽപ്പെട്ട് ജീവിതം തകർന്ന പലരെക്കുറിച്ചും നമ്മൾ കേൾക്കാറുണ്ട്. ഒരു വർഷം മുൻപ് കൊച്ചി കടമക്കുടിയിൽ ഒരു കുടുംബത്തിലെ 4 പേർ കൂട്ട ആത്മഹത്യ ചെയ്തത് തട്ടിപ്പ് സംഘത്തിൻ്റെ ഭീഷണിയെ തുടർന്നായിരുന്നു. ഇങ്ങനെ മലയാളികൾക്ക് വേണ്ടി വല വിരിച്ചിരിക്കുകയാണ് ഓൺലൈൻ തട്ടിപ്പ് സംഘങ്ങൾ. തട്ടിപ്പ് നിയന്ത്രിക്കുന്ന സംഘങ്ങളിൽ മലയാളി യുവാക്കളുമുണ്ട് എന്നത് ആശങ്കപ്പെടുത്തുകയാണ്. കൊച്ചിയിൽ ഇൻസ്റ്റന്റ് ലോൺ ആപ്പ് വഴി പണം തട്ടുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്ത കേസിൽ പിടിയിലായവരിൽ 2 മലയാളികളുമുണ്ട്. കോഴിക്കോട് സ്വദേശി സയ്യിദ് മുഹമ്മദ്, ഫോർട്ട് കൊച്ചി സ്വദേശി വർഗീസ് എന്നിവരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റാണ് അറസ്റ്റ് ചെയ്തത്. ചൈനീസ് ആപ്പുകൾ വഴി വായ്പ വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തുന്ന രാജ്യാന്തര ബന്ധമുള്ള സംഘമാണ് ഇഡിയുടെ പിടിയിലായത്. വായ്പയായി ആദ്യം ചെറിയ തുകകൾ നൽകും, പിന്നീട് വലിയ തുകകൾ നൽകുന്നതാണ് ലോൺ ആപ്പിന്റെ രീതി. ലോൺ തുക കൂടുമ്പോൾ പലിശയിനത്തിൽ വലിയ തുക ആവശ്യപ്പെടും. ഇത് കൊടുക്കാൻ കഴിയാതെ വരുമ്പോൾ വ്യക്തിപരമായ ചിത്രങ്ങൾ വെച്ച് ഇവർ ഭീഷണിപ്പെടുത്തിയാണ് പണം തട്ടിയിരുന്നത്. ലോൺ ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യുന്നവരുടെ മൊബൈൽ ഡാറ്റ ഫോട്ടോകൾ സഹിതം കൈക്കലാക്കുകയും പിന്നീട് ഫോണിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയും ചെയ്യുന്നതായിരുന്നു രീതി. കുറ്റകൃത്യങ്ങൾ